പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. 1 2 3 4 എന്നറട്ടം. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. എന്താ ചെയ്യാ, പിടിച്ചകത്തിടോ? അന്ന് കാണണല്ലോ പണ്ട് ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. നാടിതുവരെ കാണാത്ത ഒരു ക്ഷേത്രക്കുള്ള പാടിപ്പറയുന്ന പാരടി കേട്ട് ഒരു വിശ്വാസിയുടെ വികാരം അങ്ങ് വ്രണപ്പെട്ട് പൊട്ടിയിട്ടില്ല സാറേ. പൊട്ടിയത് വിശ്വാസമില്ലാത്തൊരു കാട്ടുകള്ള കൂട്ടത്തിന്റെ ആർത്തിമൂത്ത് വട്ടായൊരു സംഘത്തിന്റെ ദുഷ്ടവികാരങ്ങളാണ്. അങ്ങാടിയിൽ തോറ്റത് ഒരു പാരടിപ്പേടിയിൽ ഇല്ലാത്ത വികാരങ്ങൾക്ക് തീ കൊളുത്തി നാടിനെ കുട്ടിച്ചോറാക്കാൻ പരുവത്തിൽ അധമ പണിയാണ് രാഷ്ട്രീയം മറന്ന അരാഷ്ട്രീയ ഊളപ്പണി. ഞങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് കുറെ കാലമായി. നീക കളിച്ചതിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ടിലെ വരികൾ ചങ്കത്ത് കയറുന്നെങ്കിൽ അത് പാർട്ടി വികാരത്തിലേറ്റ മുറിവെങ്കിൽ താത്വികം എന്ന ന്യായത്തിൽ ആർക്കും മനസ്സിലാവാത്ത വഴവഴപ്പ ന്യായം പറയാതെ എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ. ആ കേസിൽ ഇപ്പോഴും ജയിൽ ചപ്പാത്ത് കഴിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തെ പേടിയില്ലാതെ ചവിട്ടി പുറത്താക്ക്, എന്നിട്ട് പ്രതിരോധിക്കുക. വിശ്വാസവും വർഗീയതയും പറയാതെ ഡിഫൻസിൽ രാഷ്ട്രീയം പറ. അതല്ലാതെ ഒരു പാരടിപ്പാട്ടിൽ കേസെടുത്ത് പേടിപ്പിക്കാൻ നോക്കിയാൽ കൂട്ട അറസ്റ്റുകളിൽ ജയിലുകൾ നിറച്ചാൽ അങ്ങ് പേടിച്ച് വാപത്തുമെന്നാണോ മൗട്ട്? എടോ കള്ളപ്പോറ്റി, എടോ വാസു പത്മകുമാറെ, നീയൊക്കെ തൊട്ടത് അയ്യപ്പനെയാണ്, കൈവച്ചത് ആ പ്രതിഷ്ഠാ പരിസരത്താണ്. അള്ളി അകത്താക്കാൻ നോക്കി ഈ നാടിന്റെ വികാരത്തെയാണ്. മാപ്പില്ലാ വഞ്ചനയ്ക്ക് കടക്കടാ പുറത്ത്. ഇതിനകത്ത് നമ്മൾ ആദ്യമേ കാണേണ്ടത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. അൺടൈംലി ആയിട്ടുള്ള ഒരു പാട്ട്, അതായത് മിക്സിംഗ് റിലീജിയൻ വിത്ത് പൊളിറ്റിക്സ് എന്നുള്ള ഒരു സമ്പ്രദായം. അതെന്ത് കുന്തോ? കമ്മ്യൂണിസ്റ്റുകാരും പ്രത്യേകിച്ച് മതവിശ്വാസികളോ ദൈവവിശ്വാസികളോ ഒന്നും അല്ലെങ്കിൽ പോലും മറ്റ് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന ഒരു പ്രവൃത്തിയും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാറില്ല. ഈ പാട്ടിൽ അയ്യപ്പനെ എങ്ങനെയാണ് ഈ പാട്ടിൽ അയ്യപ്പന്റെ വിശ്വാസത്തെ, അവിടുത്തെ ആചാരങ്ങളെ, അവിടുത്തെ മാളികപ്പുറത്തെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തുന്നുണ്ടോ? ഈ പോറ്റിയെ ആദ്യമായിട്ട് സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തുന്നതും സോണിയാഗാന്ധിയുടെ കയ്യിൽ ഇത് കെട്ടിക്കൊടുക്കുന്നതും ആര് ചേർന്നിട്ടാണ്? പ്രയാർ ഗോപാലകൃഷ്ണനാണ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. അപ്പൊ അന്ന് തൊട്ടുള്ള അന്വേഷണങ്ങളാണ് നടക്കേണ്ടത്. ഞാൻ പറയുന്നത് സ്വർണം കറ്റവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്നത് നിങ്ങളെ രാഷ്ട്രീയമായി മുറിവേൽപ്പിക്കലാണ്. രാഷ്ട്രീയമായി മുറിവേൽപ്പിച്ചാൽ രാഷ്ട്രീയ മറുപടിയാണ്. ഇപ്പൊ താങ്കൾ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ മറുപടി, അല്ലെങ്കിൽ അപ്പുറത്താരെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടോ എന്തെങ്കിലും അന്വേഷണത്തിൽ ആ മറുപടി അല്ലേ പറയേണ്ടത്? ആ കൊള്ളയെ പറയുന്ന ഒരു പാർട്ടി നിങ്ങൾ ഈ മതവും അതിന്റെ വിശ്വാസവും അതിന്റെ വികാരപ്പെടലും സാമുദായിക കലാപം ഉണ്ടാവലിനെ പറ്റി പറയുന്നത് എന്തിനാണ്? ദുഷ്ടലാക്കാണ്, വീണ്ടും ധ്രുവീകരണം ഉണ്ടാക്കാൻ. ശരിയല്ലേ? ഇതിനകത്ത് ധ്രുവീകരണം ഉണ്ടാക്കുന്നതല്ല, ധ്രുവീകരണം ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി. ആരുണ്ടാക്കി? എവിടെ ഒരു ധ്രുവീകരണം ഉണ്ടായില്ല. ഈ പാട്ടുകേട്ട് ഒരു വിശ്വാസിയുടെ വികാരം വ്രണപ്പെട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ പാട്ടുകേട്ട് ഒരു വിശ്വാസി വികാരം വ്രണപ്പെട്ടിട്ടില്ല. വിശ്വാസികളോട് ചോദിച്ചാലേ അറിയാൻ പറ്റും. ഞാൻ വിളിച്ച പല പ്രായമായ ആളുകളും പറഞ്ഞത് എന്തോ പറഞ്ഞു? പറഞ്ഞത് ഈ പാട്ട് വളരെ മോശമായി പോയി, വേറെ ഒരു പാട്ട് ഇവർക്ക് കിട്ടിയില്ലേ, കോൺഗ്രസ്സുകാർക്ക് വേറെ ഒരു പാട്ടും കിട്ടിയില്ലേ. സിപിഎമ്മിന്റെ ഭാരവാഹികളെ വിളിച്ചു വെച്ചിട്ടുണ്ടാവും. സ്വന്തമായിട്ട് വടിവാള് മുതൽ ബോംബ് വരെ സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടി ഊരിപ്പിടിച്ച വാളുകൾക്ക് നടന്ന ഒരു നേതാവ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കാലത്താണ് ഒരു 4 വരി പാരടിയെ പേടിച്ച് ഇമാതിരി കോപ്രായങ്ങളും കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നാണവും മാനല്ലോ. തോറ്റമ്പിയെങ്കിൽ അതങ്ങ് സമ്മതിച്ചാൽ പോരെ. എന്തിനാണ് ഈ ഒളിപ്പില്ലായ്മ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? എന്തിനാണ് ഇങ്ങനെ ഹിന്ദുക്കളെ നിങ്ങൾ അപമാനിക്കുന്നത്? ഇനിയും പാരടികൾ ഉണ്ടാവണം, ഇനിയും വിളിച്ചു പറയണം. ജയിലിൽ കിടക്കുന്ന സഖാവ വാസു സഖാവ, നിങ്ങളുടെ പത്മകുമാർ സഖാവ. ജില്ലാ കമ്മിറ്റി അംഗത്ത് പുറത്താക്കിയില്ലല്ലോ, എന്തേ മുട്ടിടിക്കുന്നേ? പുറത്താക്കിയ വേറെ പല പേരും പത്മകുമാർ പറയും. വിശ്വാസികളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ, പറ്റിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പറയാൻ തയ്യാറായ ആണത്തമുള്ളവരുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് ഇതൊന്നും കാട്ടി നിങ്ങൾ കേസ് കാട്ടി പേടിപ്പിച്ചൊന്നും ഈ നാട്ടുകാരെ പറ്റിക്കണ്ട. അയ്യപ്പന്റെ സ്വർണമെല്ലാം കട്ടെടുത്ത പോറ്റി, വിയൂരിലെ ജയിലിനുള്ളിൽ അഴിയെണ്ണുന്ന പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. വയലാർ എഴുതുമോ ഇതുപോലെ? ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി. നല്ല സൂപ്പർ താളബോധം. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. ജിൻഡോ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിലെ വലിയ ഭൂരിപക്ഷത്തിൽ നേടിയ വിജയത്തിന് അഭിനന്ദനങ്ങൾ. താങ്കൾ അർഹിക്കുന്ന ജയമാണ്. കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായി കേരളത്തിലെ സർവ്വസാധാരണക്കാരെയും ഈ സർക്കാർ കൊള്ളയടിച്ചത് കൂടിയാണ്.
എല്ലാവിധത്തിലുമുള്ള കൊള്ള നടത്തിയിട്ടുണ്ട്. അവസാനം ശാസ്താവിനെ കൊള്ളയടിച്ചത് കൂടി വന്നപ്പോൾ അത് പൂർത്തിയായി. ഇതിങ്ങൾക്കൊന്നും ഒരു ബോധവും ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റതിന് ശേഷവും ആ പാട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പനെ കൊള്ളയടിച്ചത് ഞങ്ങളാണേ എന്ന് വീണ്ടും പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈ പരാതി കൊടുത്ത മഹാന് അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയവരെ കുറിച്ച് ഒരു ആക്ഷേപവുമില്ല. അയ്യപ്പന്റെ സന്നിധിയിലേക്ക് 1000 പോലീസിന്റെ അകമ്പടിയോടെ ആക്ടിവിസ്റ്റുകളെ കയറ്റി ആചാരലംഘനം നടത്തിയപ്പോൾ ഒരു ആക്ഷേപമില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. ശബരിമല ശാസ്താവിന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് ഉളുപ്പില്ലാതെ വിളമ്പിയ എം സ്വരാജിനെ കുറിച്ച് ഒരു പരാതിയുമില്ല. അയ്യപ്പന് മാത്രമല്ല മേൽശാന്തിക്കും തന്ത്രിക്കും വരെ ബ്രഹ്മചര്യം ഇല്ലല്ലോ എന്ന് ഇളിച്ചോണ്ട് പറഞ്ഞ പിണറായി വിജയനെ കുറിച്ച് ഒരു ആക്ഷേപമില്ല. ഞങ്ങൾ ഒരുപാട് യുവതികളെ കയറ്റി ആചാരലംഘനം നടത്തി എന്ന് പറഞ്ഞ എം എം മണിയെ കുറിച്ച് ഒരു ആക്ഷേപമില്ല. മോൻസൺ മാവുങ്കൽ പടച്ചെടുത്ത വ്യാജ ചെമ്പോലയുടെ വരുത്തിൽ ആചാരലംഘനത്തിന് അനുഗുണമാകുന്ന രീതിയിൽ കൈരളി ചാനലും ദേശാഭിമാനി പത്രവും ഒക്കെ നിരവധി തവണ അച്ചു നിരത്തി വാർത്ത പറഞ്ഞപ്പോൾ ഒരാക്ഷേപം തോന്നിയില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ കട്ടിളയും മേൽക്കൂരയും വരെ കൊള്ളയടിച്ചതിൽ ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവിന് ഒരു ആക്ഷേപമില്ല. ഏതോ പാവപ്പെട്ടവൻ ഒരു പാട്ട് എഴുതിയതിനെ കുറിച്ചാണ് ആക്ഷേപം. കഷ്ടം. ഈ പാട്ട് അൺടൈംലി എന്നാണ് ജയരാജിന്റെ വാദം. അൺടൈംലി അല്ല, ടൈംലി ആണ്. ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി എഴുതിയതല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പേ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന ഒരു പാട്ടാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ കൂടുതലായിട്ട് പാടി. പിന്നല്ലാതെ എന്റെ 7ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ വരെ ആ പാട്ട് പാടി തുടങ്ങി. അതിന് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇന്ന് കാണുന്ന മുഴുവൻ ആളുകൾ ഈ പാട്ട് മൂളിക്കൊണ്ടിരിക്കുക. ഈ പാട്ട് കേൾക്കുമ്പോൾ വ്രണപ്പെടുന്ന വികാരമുള്ളത് CPM-കാർക്ക് മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും CPM-ന്റെ പ്രാദേശിക പ്രവർത്തകർ ലീഗിന്റെ നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കെതിരെ സമാനമായ ട്യൂണിൽ തന്നെ പാട്ട് പാരടി ഇറക്കിയിട്ടുണ്ടല്ലോ. തെളിവുകൾ ഞങ്ങൾ തരാം. നിങ്ങൾ കേസെടുക്കോ? ഫുട്ബോളിനെതിരെ മൈക്കിനെതിരെ കേസെടുക്കുന്ന, ആംപ്ലിഫയറിനെതിരെ കേസെടുക്കുന്ന പിണറായി വിജയന്റെ കാലത്താണ് ഈ VD രാജപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ കാരണഭൂതൻ അദ്ദേഹത്തെ ജയിലിലിട്ട് ഒരു പരുവമാക്കിയാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു പാരഡി ഗാനം എഴുതിയാൽ അതിന്റെ പേരിൽ വർഗീയതയുടെ ഗവേഷണം നടത്തുന്ന നിങ്ങൾ എത്രയോ തരം താണിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും അധികം വർഗീയത പറയുന്ന പാർട്ടിയായിട്ട് CPM അധപതിച്ചിരിക്കുന്നു. അമ്പലപ്പറമ്പിൽ പുഷ്പനെ അന്വേഷിച്ച് നടന്ന അലോഷിയുടെയും മറ്റാളുകളുടെയും പാട്ട് കേട്ടപ്പോ ഒരു വികാരവും സഖാക്കന്മാർക്ക് വ്രണപ്പെട്ടില്ലല്ലോ. ആർത്തവ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അയ്യപ്പന്റെ ചിത്രം വരച്ചു വയ്ക്കുന്ന SFIയുടെയും DYFIയുടെയും നേതാക്കന്മാരുടെ ആ ഇൻസ്റ്റലേഷൻ ആർട്ട് കണ്ടപ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു വികാരവും വ്രണപ്പെട്ടില്ലല്ലോ. അത് പോരാ. അപ്പൊ വിശ്വാസം എന്താണെന്ന് വിശ്വാസികളുടെ അട്ടിപ്പേരെടുത്തുകൊണ്ട് CPM പറയണ്ട. അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ പറയട്ടെ അവരുടെ വികാരം വ്രണപ്പെട്ടോന്ന്. കൊള്ളയടിക്കാം, പാട്ട് എഴുതാൻ പറ്റില്ല, അങ്ങനെയാണോ? ആളുകളെ കയറ്റി ഡോക്ടർ B ജയരാജ് അവിടെ കൊള്ളയടിക്കാം, അവിടെ കൊള്ളയടിക്കാൻ കൂട്ടുന്ന SIT സംശയിക്കുന്ന ജില്ലാ സെക്രട്ടറി രംഗത്തെ CPM ചേർത്ത് പിടിക്കാം, അങ്ങനെയാണോ? അതെ. പാട്ട് എഴുതിയ പണി കിട്ടും. അതെന്ത് ന്യായമാ? അതിനി പത്മകുമാർ ആവട്ടെ, വാസു ആവട്ടെ, ഉപ്പ് തിന്നാൻ എല്ലാം വെള്ളം കുടിക്കണം തന്നെയാണ് CPM-ന്റെ നിലപാട്. 2019 ചേർത്തിട്ടില്ല. ഇന്നലെ അകത്തായിട്ടുള്ള ശ്രീകുമാറിന്റെ കാര്യം പറഞ്ഞത് ആരാണ്? ശിവകുമാറിന്റെ ബ്രദർ, അതായത് പഴയ ആരോഗ്യ വകുപ്പ് മന്ത്രി കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ നേതാവിന്റെ ബ്രദറാണ് ശ്രീകുമാറാണ്. മണ്ടത്തരം പറഞ്ഞ് അദ്ദേഹം പിൻവലിച്ചു. അരുൺകുമാർ ഈ മണ്ടത്തരം പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം അത് യൂട്ടേൺ അടിച്ചോടി. ബ്രദർ അല്ല. കാശ്മി ഇതുപോലെ വിവരമില്ലാത്ത ആളുകള് ഏതാണ്? ഇല്ല, ബ്രദർ അല്ല. സാമാന്യ വിവരമില്ലാതെ യാതൊരു വാർത്തയും അഭിപ്രായം പറയുന്നവരൊക്കെ നമ്മൾ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക? എണീറ്റ് വരണ്ടേയിരുന്നു. ഒരു സാമാന്യ മര്യാദ വേണ്ടേ? അദ്ദേഹത്തോട് ആദ്യം ആ വാർത്തയൊക്കെ ഒന്ന് കേട്ട് പരിശോധിക്കാം. കുറച്ച് വിവരം പത്രവാർത്ത വെച്ചിട്ടാണ് പറഞ്ഞത്. ഏത് പത്രവാർത്ത? എവിടെ വന്ന വാർത്ത വെച്ചിട്ടാണ് പറഞ്ഞത്. താങ്കൾക്കുള്ള സമയം തിരുത്തിയിട്ട് സംസാരിക്കണം, അല്ലാതെ സംസാരിക്കണം. അതിന് ജിൻഡോ ജോൺ എനിക്ക് തിട്ടൂരം പറയേണ്ട കാര്യമില്ല. മുഴുവൻ ഞാൻ മര്യാദക്ക് കേട്ടോണ്ടിരുന്നതാണ്. ഡോക്ടർ B ജയരാജ് ശരി ഒരു പത്രത്തിലെ വാർത്തയിലില്ല. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഏത് പത്രത്തിലാണ് താങ്കൾ വായിച്ചത്? അത് അങ്ങനെയാണെങ്കിൽ ഓക്കെ, ശരി, ഞാനത് അംഗീകരിക്കുന്നു. എനിക്ക് തെറ്റാണെന്ന് അതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഇനി ഇത് ആവർത്തിക്കരുത്. ഞാൻ പറയുന്നത് ഈ പാട്ടിനോടുള്ള പരാക്രമം കാണിക്കുന്നതിന് മുമ്പേ ഈ പാട്ടെഴുത്തുകാരെ പിടിച്ചകത്തിടുന്നതിന് മുമ്പ് ആ സ്വർണം കട്ട മുഴുവൻ കള്ളന്മാരെയും പിടിച്ചകത്തിടാൻ പറ്റണം. അല്ലെങ്കിൽ അവരെ ഒന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റണം. ഞാനൊരു ക്രൈസ്തവനാ. ഈ പാട്ട് പാടി എന്നെ പിടിച്ച് ജയിലിടോ?
എൻ്റെ മക്കൾ ഉൾപ്പെടെ പാടുന്നുണ്ടല്ലോ, നിങ്ങൾ പിടിച്ച് ജയിലിലിടോ? നിങ്ങൾ മെറ്റയ്ക്ക് പരാതി കൊടുത്ത് ഇത് ഓൺലൈനിൽ നിന്ന് സോഷ്യൽ മീഡിയ നിന്ന് മാറ്റും. അപ്പൊ ഞങ്ങൾ പരസ്യമായിട്ട് വഴിയിൽ നിന്ന് പാടും. എന്ത് ചെയ്യും? പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ, ഇന്ദ്രരത്നം ഹായ് ഇന്ദ്രരത്നം സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. എന്താ ചെയ്യാ? പിടിച്ചകത്തിടോ? അന്ന് കാണണല്ലോ. പണ്ട് ഞാനൊരു ക്രൈസ്തവനാ, പള്ളി പോയി പ്രാർത്ഥിക്കുന്ന ഒരു ക്രൈസ്തവനാ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ ബി ജയരാജ്, ഇവിടെ പ്രശ്നം എന്ന് പറയും നമ്മുടെ കേരളത്തിൽ മലയാളികളെ വിരട്ടാൻ നോക്കി കഴിഞ്ഞാൽ അതുങ്ങൾ വിരളത്തിലെന്ന് മാത്രമല്ല ഒന്നിന് 10 ഇറങ്ങുകയും ചെയ്യും റോഡിൽ. അതുകൊണ്ട് ഇത് ഈ നീക്കം മുഴുവൻ രാഷ്ട്രീയ അബദ്ധമാണെന്ന് ജയരാജ്. തന്നല്ലോ, കിട്ടിയല്ലോ. ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന പറി ഒരു പ്രശ്നമല്ല. കുതിര ഓടും പറി ആടും.